കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് എം.ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കെ.ടി. സ്വാലിഹാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രി പരിസരത്ത് നിന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം ചേരുന്നത്. സ്വാലിഹ്, ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുമ്പോൾ പോലും മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നതായിരുന്നു ഇന്നലത്തെ ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇന്ന് ഡോക്ടർമാർ പറയുന്ന പ്രധാന കാര്യങ്ങൾ എങ്ങനെയാണ്? മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം? കാവ്യ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ പുരോഗതി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മരുന്നുകളോടൊക്കെ നേരിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കണ്ണ് തുറക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് ഇന്നലെ സുഹൃത്തുക്കളൊക്കെ സന്ദർശിച്ച ശേഷം പറഞ്ഞിരുന്നു. പക്ഷേ മാറ്റമില്ലാതെ തുടരുകയാണ്, ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ഇത് മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു. അത്ര ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നേരിയ തോതിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം ഈ മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് ശ്വാസതടസ്സവും കഫക്കെട്ടുമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി. ഇതേ തുടർന്നാണ് പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വലിയൊരു ആശങ്കയിലേക്ക്, അപകടാവസ്ഥയിലേക്ക് കടക്കുന്നത്. വലിയ ആശങ്ക തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ എത്തിയിരുന്നു, അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങി. മക്കൾ അശ്വതിയും അതോടൊപ്പം തന്നെ ഭാര്യ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിടക്ക് സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും 10 മണിയോടെ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച്, ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാവ്യ. ശരി, കെ.ടി. സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്. 10 മണിയോടുകൂടി വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് നമ്മളിനി കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നേരിയ പുരോഗതി ഉണ്ട്. അതൊരു ആശാവഹമായ പുരോഗതിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഡോക്ടർമാരുടെ അഭിപ്രായം കാത്തിരിക്കുന്നു.